നിങ്ങൾ സ്ലീപ്പ് ഡിവോഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പരസ്പര ധാരണയോടുകൂടി ഹസ്ബൻഡും വൈഫും വേറെ വേറെ കിടക്കുന്നതിനാണ് സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് വേറെ റൂമിലാവാം, അതല്ലെങ്കിൽ വേറെ കട്ടിലിലാവാം. ഇതിനർത്ഥം ഒരിക്കലും അവർ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ പിണങ്ങിയിട്ടോ കിടക്കുന്നതാണ് എന്നല്ല, മറിച്ച് അവർ പരസ്പര സമ്മതത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി വേറെ വേറെ കിടക്കുന്നത്. അതുപോലെ തന്നെ ഇടയിലുള്ള ആ ഹാപ്പി മൊമെന്റ്സ് ഒന്നും അവർ നഷ്ടപ്പെടുത്തുന്നൊന്നുമില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തും അതുപോലെ തന്നെ അവർ പരസ്പരം സ്നേഹിച്ചതിന് ശേഷമാണ് ഇങ്ങനെ വേറെ മാറി മാറി കിടക്കുന്നത്. ഇതൊന്നെങ്കിൽ പങ്കാളിയുടെ കൂർക്കമ്പലി കാരണമാകാം, അതല്ലെങ്കിൽ സമാധാനപൂർവ്വമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാകാം, അതും അല്ലെങ്കിൽ ഒരു പങ്കാളി നേരത്തെ കിടന്നുറങ്ങുന്ന ഒരാളാകാം, മറ്റേ പങ്കാളി ലേറ്റായിട്ട് കിടന്നുറങ്ങുന്ന ഒരാളാകാം. അപ്പോൾ പരസ്പരം ശല്യം ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാകാം. ഇനി ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തൻ്റെ പങ്കാളിയെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാറിക്കിടക്കുന്നതാകാം. അതല്ലെങ്കിൽ ലേറ്റായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ റൂമിൻ്റെ കീ കയ്യെ കരുതിയിട്ട് മറ്റേയാളെ ശല്യം ചെയ്യേണ്ട എന്നോർത്ത് മറ്റേ റൂമിൽ കിടക്കുന്നതാകാം. ഇതിന് പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവും ഉണ്ട്. അതായത് ഒന്ന്, സമാധാനത്തോടെ നല്ല ഉറക്കം ഉറങ്ങാൻ പറ്റും. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ എന്ന ഹാപ്പി ഹോർമോണിൻ്റെ ഉൽപ്പാദനമാണ് ഇല്ലാതെയാകുന്നത്. ഇത് നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ടാക്കും. അതുപോലെ തന്നെ പങ്കാളി ഇനി വേറൊരാളുമായിട്ട് ചാറ്റ് ചെയ്യുകയും വേറൊരു റിലേഷനിലായി പോകാനുള്ള സാധ്യത വരെ നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. പിന്നെ പങ്കാളിയെ അത്ര വിശ്വാസമാണെങ്കിൽ അങ്ങനെ കിടക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇനി നിങ്ങൾ പറയൂ, നിങ്ങളും സ്ലീപ്പ് ഡിവോഴ്സിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം സ്ലീപ്പ് ഡിവോഴ്സിനെ പറ്റിയിട്ട്? സ്ലീപ്പ് ഡിവോഴ്സിൻ്റെ കേസിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ ശിവാജി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.